Dear students, welcome back to Support for Learning Mathematics. നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് 3 കൺസെപ്റ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു? ഒരു സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സിൽ നിന്ന് ഓൺ ദ സർക്കിൾ ഒരു പോയിന്റിലേക്ക് ലൈൻസ് കൺസ്ട്രക്ട് ചെയ്ത് മീറ്റ് ചെയ്യിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ആംഗിൾ 90 ആണെന്നും, ഇനി ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സിൽ നിന്ന് ഔട്ട്സൈഡ് ദ സർക്കിൾ ഒരു പോയിന്റിലേക്ക് നമ്മൾ ലൈൻസ് കൺസ്ട്രക്ട് ചെയ്ത് മീറ്റ് ചെയ്യിക്കുന്നെങ്കിൽ ദാറ്റ് ആംഗിൾ ഇസ് അക്യൂട്ട് ആണ്. അതുപോലെ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സിൽ നിന്ന് ഇൻസൈഡ് ദ സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് നമ്മൾ ലൈൻസ് കൺസ്ട്രക്ട് ചെയ്ത് മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെന്നും 3 കൺസെപ്റ്റ് ലാസ്റ്റ് വീഡിയോ ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അതുപോലെ ലാസ്റ്റ് വീഡിയോ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് എക്സസൈസിലെ പേജ് 42-ലെ 3rd ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ ഫസ്റ്റും സെക്കൻഡും നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് ആയിട്ട് തന്നതാണ്. അതുപോലെ ജോമെട്രിയുടെ എല്ലാ ചാപ്റ്ററിന്റെയും എല്ലാ എക്സസൈസിന്റെയും A to Z ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സുകളിൽ കൂടി ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ഈ വീഡിയോ ക്ലാസ്സുകളിൽ ഞാൻ തരുകയും ചെയ്യും. ഓക്കെ, ഇനി ജോമെട്രിയുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പറയും, ജോമെട്രി നമുക്ക് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നത് നമുക്ക് ബേസ് ഇല്ലാത്തതുകൊണ്ടാണ്. ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോമെട്രി 5th സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്നത് അല്ലെ. 5th മുതൽ 9th വരെ പഠിച്ച ജോമെട്രിയുടെ പല കൺസെപ്റ്റും അറിയാത്തത് കൊണ്ടാണ് നമുക്ക് 10th ജോമെട്രി ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നത്. So you don't worry about that. A to Z പ്രീവിയസ് ആയിട്ട് വേണ്ട കൺസെപ്റ്റ് ഒക്കെ തന്നെ നമ്മൾ ഈ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. So today we can consider 3 questions from our first exercise, page number 42 and 43. Before starting that problem, first of all we have to know 3 preliminary concepts. നമ്മുടെ ലോവർ ക്ലാസ്സിൽ പഠിച്ചൊരു കൺസെപ്റ്റ്, അതുപോലെ 9th പഠിച്ച 2 കൺസെപ്റ്റ്. 3 കൺസെപ്റ്റുകൾ നമുക്കിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ കൺസിഡറിംഗ് വാട്ട് ഇസ് എ കറസ്പോണ്ടിങ് ആംഗിൾ. നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചതാണ് കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സി വി ക്യാൻ കൺസിഡർ 2 പാരലൽ ലൈൻസ് L1 and L2 and a line cutting these 2 parallel lines L3, and that L3 is termed as transversal. അപ്പോൾ പാരലൽ ലൈനിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈനിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാരലൽ ലൈനിനെ കട്ട് ചെയ്യുന്നത് അതിന്റെ മിഡ് പോയിന്റിൽ കൂടെ കട്ട് ചെയ്യണമെന്നില്ല. പാരലൽ ലൈനിനെ ഏതെങ്കിലും 2 പോയിന്റിൽ കൂടെ കട്ട് ചെയ്ത് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. സോ L3 is the transversal that cut the parallel line L1 and L2 at A and B. കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് പൊസിഷനിൽ വരുന്ന ആംഗിൾ എന്നാണ് മീൻ. കറസ്പോണ്ടിങ് പൊസിഷൻ അല്ലെ. അന്നേരം വി ആർ കൺസിഡറിംഗ് L1 and L2 2 ലൈൻസ്. ഈ ബോത്ത് ലൈൻസിന്റെയും എബോവ് ആ ട്രാൻസ്വേഴ്സലിന്റെ ലെഫ്റ്റ്, സീ ദ ബ്ലൂ കളർ, ദാറ്റ് ആംഗിൾസ് ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് പൊസിഷൻ പാരലൽ ലൈനിന്റെ എബോവ്, ട്രാൻസ്വേഴ്സിന്റെ ലെഫ്റ്റ് സൈഡ് അല്ലെ. കറസ്പോണ്ടിങ് പൊസിഷൻ ബോത്ത് ആംഗിൾസ് ആർ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ആൻഡ് ബോത്ത് ആംഗിൾസ് ആർ എബോവ് ദ ലൈൻ. അതുകൊണ്ട് അതിനെ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് വിളിക്കാം. ഇനി ഇവിടെ നമ്മൾ L1 ഉം L2 ഉം പാരലൽ എന്ന് പറഞ്ഞതുകൊണ്ട് ആ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോ പാരലൽ ലൈനിനെ ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്താൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇനി നമുക്കിവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് പറയാം. സേ ഫോർ ദ L1 and L2 ബിലോ ആ യെല്ലോ കളേർഡ് ആംഗിൾ നോക്കിയേ, ട്രാൻസ്വേഴ്സിന്റെ ലെഫ്റ്റ് സൈഡ് അല്ലേ ആണ്. അപ്പൊ അതും കറസ്പോണ്ടിങ് പൊസിഷൻ കണ്ടോ. ബിലോ ലൈനിന്റെ ബിലോ ട്രാൻസ്വേഴ്സിന്റെ ലെഫ്റ്റ് കറസ്പോണ്ടിങ് പൊസിഷൻ. ഇനി നോക്കിയേ L1 ഉം L2 നും എബോ ട്രാൻസ്വേഴ്സിന്റെ റൈറ്റ് ആ റെഡ് കളേർഡ് ആംഗിൾ അല്ലെ. നോക്കിയേ രണ്ടും ലൈനിന്റെ എബോ ആണ്, ട്രാൻസ്വേഴ്സിന്റെ റൈറ്റ് ആണ്. ബോത്ത് ആർ റെഡ് കളേർഡ് ആംഗിൾസ്, ബോത്ത് ആർ എബോ ദ ലൈൻ ആൻഡ് ബോത്ത് ആർ റൈറ്റ് സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. സോ ദാറ്റ് ആംഗിൾസ് ആർ കറസ്പോണ്ടിങ് ആംഗിൾ. ഇനിയുണ്ട് ആ ഗ്രീൻ കളേർഡ് കണ്ടില്ലേ, ആ ബോത്ത് പാരലൽ ലൈൻസിന്റെ ബിലോ ട്രാൻസ്വേഴ്സിന്റെ റൈറ്റ് സൈഡ്. ആ ബോത്ത് ഗ്രീൻ കളേർഡ് ആംഗിളും ട്രാൻസ്വേഴ്സിന്റെ റൈറ്റ് സൈഡിലാണ്, ലൈൻസിന്റെ ബിലോ ആണ്. സോ ദാറ്റ് ആർ ആൾസോ കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പൊ മനസ്സിലാക്കേണ്ട എന്നാണ്, whenever we are considering 2 parallel line and 1 transversal cutting these parallel line, then definitely the corresponding angles are equal. അന്നേരം ലൈൻസ് പാരലൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലെ. So we can conclude here as if the lines are parallel then corresponding pair of angles are equal. മനസ്സിലാക്കണം, ആ ബ്ലൂ ആയിട്ട് വന്നിരിക്കുന്ന ആ ബോത്ത് ആംഗിൾസ് ആണ് 1 പെയർ.
ഇനി യെല്ലോ പെയർ അത് രണ്ടും ഈക്വൽ ആണ്. അതുപോലെ റെഡ് പെയറിൽ വരുന്ന ആംഗിൾസ് ഈക്വൽ ആണ്, ഗ്രീൻ പെയറിൽ വരുന്ന ആംഗിൾസും ഈക്വൽ ആണ്. അല്ലാതെ അവിടെ ആ ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന പൊസിഷനിലുള്ള ആംഗിളും യെല്ലോ കളറിൽ വന്നിരിക്കുന്ന പൊസിഷനിൽ വന്നിരിക്കുന്ന ആംഗിളും ഈക്വൽ എന്ന് പറഞ്ഞിട്ടില്ല. ആ പെയറുകൾ ഏതൊക്കെ പെയർ? ബ്ലൂവിന്റെ പെയർ, യെല്ലോയുടെ പെയർ, ഗ്രീന്റെ പെയർ, റെഡിന്റെ പെയർ. ആ പെയർ ഓഫ് ആംഗിൾസ് ആണ് ഈക്വൽ. ഈച്ച് പെയർ ദേ ആർ ഈക്വൽ. ഓക്കെ, നൗ ഈ പറഞ്ഞത് റിവേഴ്സ് പറയാം. നമ്മൾ നമ്പർ കൗണ്ട് ചെയ്തല്ലേ, 1 2 3 4 5 തിരിച്ചു പറഞ്ഞോട്ടെ, 5 4 3 2 1. ഓക്കെ, അതുപോലെ നമ്മൾ ഈ കറസ്പോണ്ടിങ് ആംഗിളിൽ നിന്ന് റിവേഴ്സ് പറയാൻ പോകും. വി ആർ കൺസിഡറിങ് 2 ലൈൻസ് L1 and L2. ഞാൻ പാരലൽ എന്ന് പറയുന്നില്ല. We are considering 2 lines L1 and L2, and a third line L3 cut L1 and L2. Okay, if the angle at the corresponding positions, ആ corresponding positionil വരുന്ന angles equal ആണെങ്കിൽ, means if the blue colored angles are equal, then we can say that the lines L1 and L2 are parallel. അപ്പോ both dimension നമുക്ക് ഇതിനെ പറയാം. ലൈൻസ് പാരലൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ, ഒരു ഡയമെൻഷൻ. റിവേഴ്സ് പറയും, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ then we can conclude there the lines are parallel. അപ്പോ ആദ്യം ഞാൻ എന്ന് പറഞ്ഞു തന്നത് കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നതാണ്. രണ്ട് ഡയമെൻഷനകത്തത് ഞാൻ പറഞ്ഞു തന്നു. പാരലൽ ലൈൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ. ഇനി 2 ലൈൻസിന് ഒരു തേർഡ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് പൊസിഷനിൽ വന്ന ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ലൈൻസ് പാരലൽ. ഓക്കെ, ഇതാണ് നമുക്ക് അറിയേണ്ട ഒരു കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, നൗ വി ക്യാൻ കൺസിഡർ അനദർ വൺ കൺസെപ്റ്റ് റിഗാർഡിംഗ് ട്രയാംഗിൾ. നമ്മൾ 9th സ്റ്റാൻഡേർഡ് ലാസ്റ്റ് ഇയർ ഈക്വൽ ട്രയാംഗിൾസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ ഈക്വൽ ട്രയാംഗിൾസ് പഠിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ട്രയാംഗിളിന്റെ സൈഡ്സിന്റെ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2-3 പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? സോ കൺസിഡർ ദ ട്രയാംഗിൾ PQR. ഓക്കെ, ആ PQR എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ വൺ സൈഡ് ആണ് PR. ആ PR എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് X. അപ്പോ PQR എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ വൺ സൈഡിന്റെ മിഡ് പോയിന്റ് ആയ Xൽ കൂടി സെക്കൻഡ് സൈഡായിട്ട് ഞാൻ PQ കൺസിഡർ ചെയ്തു. ആ PQന് പാരലൽ ആയിട്ട് ഒരു ലൈൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്താൽ definitely that line means that dotted line passes through the midpoint of the third side. എന്ന് പറഞ്ഞാൽ ആ ഡോട്ടഡ് ലൈൻ പോകുന്ന കട്ട് ചെയ്ത് പോകുന്ന ആ ലൈനിനെ പോയിന്റ് നമുക്ക് Y എന്ന് നെയിം ചെയ്യാം. ആ Y എന്ന് പറയുന്നത് RQ എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. ഇത് 9th സ്റ്റാൻഡേർഡിൽ ലാസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാ അത് സ്റ്റേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഇഫ് വി ഡ്രോ എ ലൈൻ ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് one side of a triangle parallel to the second side, that line passes through the midpoint of the third side. അന്നേരം ഈ ഫിഗറില് PQR എന്ന് പറയുന്ന ട്രയാംഗിളില് PR ന്റെ മിഡ് പോയിന്റ് ആയ Xൽ കൂടി PQന് പാരലൽ ആയിട്ട് നമ്മളൊരു ലൈൻ കൺസ്ട്രക്ട് ചെയ്താൽ ആ കൺസ്ട്രക്ട് ചെയ്യുന്ന ന്യൂ ലൈൻ എന്ന് പറയുന്നത് തേർഡ് സൈഡ് ആയിട്ടുള്ള QRന്റെ മിഡ് പോയിന്റിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ 9th സ്റ്റാൻഡേർഡിൽ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചു. എന്തായിരുന്നു അറിയാമോ? See, now in the figure X and Y are the midpoint of two sides of the triangle. അല്ലെ? നമ്മുടെ PQR എന്ന് പറയുന്ന ട്രയാംഗിൾ ആണല്ലോ. PQR നമ്മുടെ ട്രയാംഗിൾ. ആ PQRന്റെ 2 sides ആണ് PR ഉം QR ഉം. ആ PR ന്റെയും QR ന്റെയും മിഡ് പോയിന്റ്സ് അല്ലേ X ഉം Y ഉം അല്ലെ? ആ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനിന് ഒരു പ്രത്യേകതയുണ്ട്. ആ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് ഏതാ XY എന്ന് പറയുന്ന ഡോട്ടഡ് ലൈൻ ഇല്ലേ? X മുതൽ Y വരെ, അതിന്റെ ഔട്ട് സൈഡിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്തില്ല. X മുതൽ Y വരെയുള്ള ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് തേർഡ് സൈഡ്. നമ്മളിപ്പോ കൺസിഡർ ചെയ്തത് PR എന്ന് പറയുന്ന സൈഡും കൺസിഡർ ചെയ്തു, QR എന്ന് പറയുന്ന സൈഡും കൺസിഡർ ചെയ്തു. അപ്പൊ ഇനിയിപ്പോ തേർഡ് സൈഡ് ഏതാ? PQ എന്ന് പറയുന്ന സൈഡ് അല്ലേ? ആ PQ എന്ന് പറയുന്ന സൈഡിന് പാരലൽ ആയിരിക്കും നമ്മുടെ XY. XYയുടെ പ്രത്യേകത എന്താ? XY എന്ന് പറയുന്ന ലൈൻ നമ്മുടെ ട്രയാംഗിളിന്റെ 2 സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനാണ്. ആ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് തേർഡ് ലൈനിന് പാരലൽ. ഒരു പ്രത്യേകത കൂടെ ഉണ്ട് അവിടെ. ആ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ലെന്ത് എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് സൈഡിന്റെ ലെന്തിന്റെ ഹാഫ് ആയിരിക്കും. ഈ ഹാഫ് എന്ന് പറയുന്നത് തിരിച്ചു വേണമെങ്കിൽ പറയാം. തേർഡ് സൈഡിന്റെ ലെന്ത് എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ ആ XY യുടെ ഡബിൾ ആയിരിക്കും.
Okay, so we can conclude here in the figure XY is parallel to PQ and XY equal to half of PQ. XY equal to half of PQ എന്ന് പറയുമ്പോൾ അതിന് തിരിച്ച് നമുക്ക് എങ്ങനെ പറയാം? PQ equal to double of XY അല്ലെങ്കിൽ PQ equal to 2XY. ഇതും നമുക്ക് ഇന്നത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ആവശ്യമുള്ള. അന്നേരം നോക്കിയേ, കറസ്പോണ്ടിങ് ആംഗിൾ നമ്മൾ ലോവർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ട്രയാംഗിളിന്റെ ഈ ഡിവിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ 9th സ്റ്റാൻഡേർഡ് പഠിച്ച ഈ രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ പല ക്വസ്റ്റ്യൻസിനകത്തും സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു അവർ എക്സസൈസ് ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 42-ല് 4th ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സീ ദ ക്വസ്റ്റ്യൻ ഹിയർ. In the picture, a circle is drawn with a line as diameter and a smaller circle with half the line as diameter. Prove that any chord of the larger circle through the point where the circle meets is bisected by the smaller circle. ആ ഫിഗർ ഒന്ന് നോക്കിയേ. അവിടെ ഒരു ലാർജർ സർക്കിൾ റെഡ് കളറിൽ എടുത്തിട്ടുണ്ട്, സ്മോളർ എന്ന് പറയുന്നത് ബ്ലൂ കളറിൽ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലെ? ആ റെഡ് കളേർഡ് സർക്കിളും ബ്ലൂ കളേർഡ് സർക്കിളും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ലാർജർ സർക്കിളിന്റെ കോഡാണ് ആ ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്നത്. ആ ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്ന കോഡിനെ നമ്മുടെ സ്മോളർ സർക്കിള് ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ലാർജർ സർക്കിളിന്റെ ഡയമീറ്ററിന്റെ ഹാഫ് ആണ് നമ്മുടെ സ്മോളർ സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. ഇതിന്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞു തരട്ടെ. മോസ്റ്റ് കോമൺലി നമുക്കൊരു തെറ്റായ ധാരണയുണ്ട്. ജോമെട്രിയുടെ പ്രൂഫുകൾ ഈ സിമിലർ ട്രയാംഗിൾസ്, ഈക്വൽ ട്രയാംഗിൾസ് ഇതൊക്കെ കൺസിഡർ ചെയ്തേ ചെയ്യാവുന്ന ഒരു തെറ്റായ ധാരണയുണ്ട്. ജോമെട്രിയുടെ പ്രൂഫ് നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ച ഏത് കൺസെപ്റ്റും ഏത് സ്റ്റേറ്റ്മെന്റും ഏത് തിയറത്തിന്റെ സപ്പോർട്ടിലും നിങ്ങൾക്ക് ഇവിടെ പ്രൂവ് ചെയ്യാം. അല്ലാതെ ഇതിന് ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട്, ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നതിന് ഒരു പ്രൊസീജിയർ ഉണ്ടെന്ന് അങ്ങനെ വെക്കരുത്. പ്രൂഫിന് സപ്പോർട്ടീവായിട്ട് സ്റ്റേറ്റ്മെന്റുകളും കൺസെപ്റ്റുകളും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൂഫ് ചെയ്യാം. സോ വളരെ സിമ്പിൾ ആയിട്ട് ജോമെട്രിക്കൽ പ്രൂഫുകൾ ചെയ്യാൻ പഠിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ജോമെട്രിയോട് അല്പം ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. വെറുതെ നമ്മൾ എസ്സേ എഴുതുന്നതൊക്കെ ഇങ്ങനെ കുറെ സ്റ്റെപ്സുകളൊക്കെ എഴുതുമ്പോഴാണ് നമ്മൾ പിന്നീട് എന്ത് ചെയ്യും, ഇത് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കും. ബൈഹാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇവിടെ വെക്കരുത്. ഞാൻ മാത്സ് പഠിപ്പിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞ ബൈഹാർട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഇല്ല. നോയിങ് ദ കൺസെപ്റ്റ്, ലേണിംഗ് ദ കൺസെപ്റ്റ് ഇൻ ഡെപ്ത് ലെവൽ. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് വരാം. സി ഹിയർ ഇൻ ദ ഫിഗർ നമുക്ക് ലാർജർ സർക്കിളും സ്മോളർ സർക്കിളും ഉണ്ട് അല്ലെ? നമുക്കവിടെ എ ബി അതിന്റെ ഡയമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ലാർജർ സർക്കിളിന്റെ ഡയമീറ്റർ എ ബി ആണ്. സെന്റർ മാർക്ക് ആസ് ഒ. ഡയമീറ്ററിന്റെ ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എ ഒ അല്ലേ? അപ്പോ എ ഒ എന്ന് പറയുന്നത് നമ്മുടെ സ്മോളർ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് അല്ലെ? എ ബി ലാർജർ സർക്കിളിന്റെ ഡയമീറ്റർ, എ ഒ എന്ന് പറയുന്നത് സ്മോളർ സർക്കിളിന്റെ ഡയമീറ്റർ. നമുക്ക് ആ കോഡിനെ ഡി എന്ന് മാർക്ക് ചെയ്ത് എ ഡി നമുക്ക് നെയിം ചെയ്യാം. കോഡ് എ ഡി ആണ്. ലാർജർ സർക്കിളിന്റെ കോഡ് എ ഡി ആണ് അല്ലെ? ആ കോഡ് നമ്മുടെ സ്മോളർ സർക്കിൾ കട്ട് ചെയ്യുന്നുണ്ട്. ആ കട്ട് ചെയ്യുന്ന പോയിന്റ് സി എന്ന് മാർക്ക് ചെയ്യും അല്ലെ? അപ്പൊ നമുക്ക് ഫിഗറിലെല്ലാം മാർക്ക് ചെയ്തോളൂ. എ ബി ഡയമീറ്റർ ആണ്, ഒ എന്ന് പറയുന്നത് ലാർജർ സർക്കിളിന്റെ സെന്റർ ആണ്. അപ്പോ എ ഒ എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ ഹാഫ്, സ്മോളർ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അതുപോലെ കോഡിനെ നമ്മൾ എ ഡി എന്ന് നെയിം ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ കോഡിനെ സ്മോളർ സർക്കിൾ കട്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ സി എന്നും മാർക്ക് ചെയ്തു. ഓക്കെ, നമുക്കിവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സ്മോളർ സർക്കിൾ നമ്മുടെ കോഡായ എ ഡിയെ ബൈസെക്ട് ചെയ്യുന്നു. എ ഡിയെ ബൈസെക്ട് എന്ന് പറഞ്ഞാൽ ആ സ്മോളർ സർക്കിൾ കട്ട് ചെയ്യുന്ന സി എന്ന് പറയുന്ന പോയിന്റ് ആ എ ഡിയുടെ മിഡ് പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ പോലെ അല്ലെ? മിഡ് പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? വി ഹാവ് ടു പ്രൂവ് എ സി ഈക്വൽ ടു സി ഡി. നമുക്ക് അതൊന്ന് പ്രൂവ് ചെയ്താൽ എ സി ഈക്വൽ ടു സി ഡി എന്ന് പ്രൂവ് ചെയ്താൽ അല്ലെ? സോ ജോയിൻ ഒ സി ദർ ആൻഡ് ജോയിൻ ബി ഡി. ആ ടു ലൈൻസ് ഒന്ന് ജോയിൻ ചെയ്ത്. നൗ വാട്ട് അബൌട്ട് ദ ആംഗിൾ അറ്റ് സി? ആ റെഡ് കളേർഡ് ആംഗിൾ, ആ സിയിൽ വന്ന ആ റെഡ് കളേർഡ് ആംഗിൾ എന്തായിരിക്കും? ഓക്കെ, സി എന്ന് പറയുന്നത് സ്മോളർ സർക്കിളിലെ പോയിന്റ് ആണ്. ആ സിയിലേക്ക് എവിടെ നിന്നാണ് ലൈൻസ് വന്നിരിക്കുന്നത്? നമ്മുടെ സ്മോളർ സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻ പോയിന്റ് ആയ എയിൽ നിന്നും ഒയിൽ നിന്നുള്ള ലൈൻസ് ആണ് സ്മോളർ സർക്കിളിലെ ഓൺ ദ സർക്കിളിലെ സിയിലേക്ക് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് 90 ഡിഗ്രി. നമ്മൾ പഠിച്ചതല്ലേ, ഡയമീറ്ററിന്റെ എൻ പോയിന്റിൽ നിന്ന്
ഓൺ ദ സർക്കിളിലെ പോയിന്റിലേക്ക് ലൈൻസ് കൺസ്ട്രക്ട് ചെയ്ത് മീറ്റ് ചെയ്യിച്ചാൽ ദ ആംഗിൾ അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് 90 ഡിഗ്രി. Therefore ആംഗിൾ ACO equal to 90. What can you say about the angle at D? നോക്കിയാ ഡി എന്ന് പറയുന്നത് നമ്മുടെ ലാർജർ സർക്കിളിലെ ഒരു പോയിന്റ് അല്ലേ? ഡി എന്ന് പറയുന്നത് ലാർജർ സർക്കിളിലെ പോയിന്റ് ആണ് അല്ലേ? ഡിയിലേക്ക് ലൈൻസ് വന്നിരിക്കുന്നത് എവിടുന്ന? ലാർജർ സർക്കിളിന്റെ ഡയമീറ്റർ ആയ എയിൽ നിന്നും ബിയിൽ നിന്നുമാണ് ഡിയിലേക്ക് ലൈൻസ് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത്. സോ ദ ആംഗിൾ അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് 90 ഡിഗ്രി അല്ലെ? സോ വി ക്യാൻ say here angle D equal to 90 degree. Okay. Now consider the line OC and BD. ആ ടു ലൈൻസ് കാണും. അന്നേരം OCയും BD നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി ആ OC എന്നും BD എന്നും പറയുന്ന ലൈൻസ് പാരലൽ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അന്നേരം OCയും BDയും പാരലൽ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ട്രാൻസ്വേഴ്സൽ വേണം. ആ ട്രാൻസ്വേഴ്സൽ അവിടെ ഫോം ചെയ്യുന്ന ആംഗിളും അറിയണം. അപ്പൊ OCയെയും BDയെയും ടു ലൈൻസ് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒന്ന് AB കട്ട് ചെയ്ത് പോകുന്നുണ്ട്, അനദർ വൺ ലൈൻ ADയും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ OCയെയും BDയെയും AB കട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ആംഗിൾസ് ഒന്നും നമുക്ക് അറിയില്ല അല്ലെ? ഓയിലെ ആംഗിൾ അറിയാമോ? അതുപോലെ ബിയിലെ ആംഗിൾ അറിയാമോ? ഇല്ലല്ലോ. ഈ ആംഗിൾ അറിയാവുന്ന ഏതാണ്? OCയെയും BDയെയും AD കട്ട് ചെയ്യുമ്പോൾ ആ സിയിലെയും ഡിയിലെയും ആംഗിൾ നമുക്കറിയാം. അപ്പൊ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? OCയും BDയും ടു ലൈൻസ് ആയിട്ടും അതിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ ആയിട്ട് ADയും കൺസിഡർ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ OCയുടെയും BDയുടെയും ലെഫ്റ്റ് സൈഡ് ഒരേ സൈഡ് സെയിം പൊസിഷൻ, ബോത്ത് ലൈൻസിന്റെ ലെഫ്റ്റില്, നമ്മുടെ ട്രാൻസ്വേഴ്സലിന്റെ ലോവറില്, അതല്ലേ ആ റെഡ് ആംഗിൾസ്? കറസ്പോണ്ടിങ് പൊസിഷൻ അല്ലേ? ബോത്ത് ലൈൻസ് ഏതൊക്കെയാണ്? OCയുടെയും BDയുടെയും ലെഫ്റ്റ് സൈഡില്, ട്രാൻസ്വേഴ്സൽ ആയ ADയുടെ ബിലോ. കറസ്പോണ്ടിങ് പൊസിഷനിൽ വരുന്ന പെയർ ഓഫ് ആംഗിൾ അത്. ആ ആംഗിൾസ് രണ്ടും 90 ഡിഗ്രി അല്ലേ? രണ്ടും 90 ഡിഗ്രി ആകുമ്പോഴത്തേക്കും അവിടെ മീനിങ് എന്താ? ദ കറസ്പോണ്ടിങ് ആംഗിൾസ് ആംഗിൾ ACO എന്ന് പറഞ്ഞാൽ ആംഗിൾ C ആണ്, ഈക്വൽ ടു ആംഗിൾ ADB എന്ന് പറഞ്ഞാൽ ആംഗിൾ D ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ടു ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് പൊസിഷനിൽ വരുന്ന ആംഗിൾസ് ഈക്വൽ ആയാൽ വി ക്യാൻ സേ ദയർ ദ ലൈൻസ് ആർ പാരലൽ അല്ലെ? ആണല്ലോ. അപ്പൊ നമ്മുടെ ഇവിടെ എന്തായി? ഹിയർ OC പാരലൽ ടു BD എന്ന് കിട്ടി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. Now we can consider the triangle ABD. ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ABD എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഒരു സൈഡല്ലേ AB? ആ ABയുടെ മിഡ് പോയിന്റ് അല്ലേ O? കാരണം എന്താ? AB ലാർജർ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. ആ ലാർജർ സർക്കിളിന്റെ സെന്റർ ആണ് O അല്ലെ? സെന്റർ എന്ന് പറയുന്ന ഡയമീറ്ററിനെ ബൈസെക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ABD എന്ന് പറയുന്ന ട്രയാങ്കിളിലെ വൺ സൈഡ് ആണ് AB. ആ ABയുടെ മിഡ് പോയിന്റ് ആണ് ആര്? O. അപ്പോ in the triangle ABD there is one line through the midpoint of one side അല്ലെ? ഓയിൽ കൂടിയുള്ള ഒരു ലൈൻ കണ്ടു. ഏതാ? OC എന്ന് പറയുന്ന ലൈൻ. That OC line is parallel to the second side BD. അപ്പോ in the triangle ABD we are drawing a line from the midpoint of one side of the triangle parallel to the second side. Definitely that line passes through the midpoint of the third side അല്ലെ? നമുക്ക് അവിടെ കൺക്ലൂഡ് ചെയ്യാം. The line segment drawn from midpoint of one side of triangle parallel to second side passes through the midpoint of the third side. So C is the midpoint of AD. ഇതെല്ലാം നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത് അല്ലെ? ഇപ്പൊ C എന്തായി? AD എന്ന് പറയുന്ന കോഡിന്റെ മിഡ് പോയിന്റ് ആയി. അന്നേരം C എന്ന് പറയുന്ന ADയുടെ മിഡ് പോയിന്റ് ആണെങ്കിൽ that indicate the smaller circle bisect the chord AD of the larger circle. ഇതായിരുന്നു നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറ്റുക. ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് പറഞ്ഞത് വലിയൊരു ലെന്തിലുള്ള കാര്യമൊന്നുമില്ല. വെറും ടു കൺസെപ്റ്റ്, പ്രീവിയസ് ആയിട്ടുള്ള ടു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ പ്രൂഫ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചു. ലൈൻ സെഗ്മെന്റ് drawn from the midpoint of one side parallel to the second side of the triangle passes through the midpoint of the third side. ഈ രണ്ട് സ്മോളർ കൺസെപ്റ്റ് വെച്ചിട്ട് അതിന്റെ പ്രൂഫ് പറയുന്നത്. ഇനി ഇതിനെ വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. AOC എന്ന് പറയുന്ന ട്രയാങ്കിളും
ABD എന്ന് പറയുന്ന ട്രയാങ്കിളും കൺസിഡർ ചെയ്ത് അത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കുറെ സ്റ്റെപ്സുകൾ എഴുതണം. നിങ്ങൾ വെറുതെ ഇങ്ങനെ സ്റ്റെപ്സുകൾ എഴുതി ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ട് മാറ്റരുത്. സിംപ്ലി യു ക്യാൻ റൈറ്റ് ദ സൊല്യൂഷൻ ഫോർ ദിസ് ക്വസ്റ്റ്യൻ യൂസിംഗ് ദ കൺസെപ്റ്റ് കറസ്പോണ്ടിങ് ആംഗിൾ പ്രോപ്പർട്ടി വിച്ച് വി ആർ ലേൺ ഇൻ ദ 9th സ്റ്റാൻഡേർഡ്. ഈ ചെറിയ രണ്ട് കാര്യങ്ങൾ. ഇനി ഇതൊക്കെ ഈ സെന്റൻസുകളൊക്കെ ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ കൂടെ സെക്കൻഡ് സൈഡിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് തേർഡിന്റെ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യും. ഇത്തരം കാര്യം മനസ്സിലായല്ലോ. റൈറ്റ് ദിസ് ഇൻ യുവർ ഓൺ വേർഡ്സ്. യു ക്യാൻ ഈസിലി റൈറ്റ് ദ സൊല്യൂഷൻ ഫോർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് നമ്മുടെ 4th ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്ര സിമ്പിൾ ആയിട്ടാണ് ഇതിന്റെ സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു പോകേണ്ടത്. നിങ്ങൾ ഇത് എഴുതി കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഓക്കെ, നൗ വി ക്യാൻ കൺസിഡർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സീ ദ ക്വസ്റ്റ്യൻ നമ്പർ 5, പേജ് നമ്പർ 42-ലാണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: യൂസ് എ കാൽക്കുലേറ്റർ ടു ഡിറ്റർമിൻ അപ് ടു 2 decimal places. എന്തൊക്കെയാ? ദ പെരിമീറ്റർ ആൻഡ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഇൻ ദ പിക്ചർ. നമുക്ക് ആ ഫിഗറിനകത്ത് സർക്കിൾ ഉണ്ട് അല്ലെ? ആ സർക്കിളിനകത്ത് നമ്മൾ ഒരു സെറ്റ് സ്ക്വയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം സെറ്റ് സ്ക്വയറിന് 2 പെർപെൻഡിക്കുലർ സൈഡ്സ് ഉണ്ടെന്ന് അറിയാം അല്ലെ? ആ പെർപെൻഡിക്കുലർ സൈഡ്സ് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആണ് നമ്മുടെ ഓൺ ദ സർക്കിൾ ഇരിക്കുന്നത്. ഓക്കെ, അന്നേരം ഈ സർക്കിളിന്റെ പെരിമീറ്ററും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യണം. സർക്കിളിന്റെ പെരിമീറ്ററും ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താ വേണം? സർക്കിളിന്റെ റേഡിയസ് അറിയണം, അല്ലെങ്കിൽ സർക്കിളിന്റെ ഡയമീറ്റർ അറിയണം അല്ലെ? സർക്കിളിന്റെ ഡയമീറ്റർ അറിയാമെങ്കിൽ നമുക്ക് ഏരിയയും പെരിമീറ്ററും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിന്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് പോവാം. സി, നമ്മൾ ആ ഫിഗർ കൺസിഡർ ചെയ്തു അല്ലെ? ഗിവൻ സർക്കിൾ ഉണ്ട്, ആ സർക്കിളിനകത്ത് നമുക്ക് സെറ്റ് സ്ക്വയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വി ക്യാൻ മാർക്ക് ദ പോയിന്റ്, ദാറ്റ് ഈസ് ആ സെറ്റ് സ്ക്വയറിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഓൺ ദ സർക്കിളിലാണ്. അത് നമുക്ക് സി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നോക്കിയേ, നമ്മള് സർക്കിൾസിനകത്ത് ഫസ്റ്റ് കൺസെപ്റ്റ് ആംഗിളിന്റെ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ പറഞ്ഞു, ഒരു കൺസെപ്റ്റിനെ ഒരു ഡയമെൻഷനകത്തല്ല ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിസ്കസ് ചെയ്ത് പഠിക്കണം. ഓർമ്മയില്ലേ? അവിടെ നമ്മൾ സെക്കൻഡ് ഡയമെൻഷനകത്ത് ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് ഡിസ്കസ് ചെയ്ത്? ഒരു സർക്കിൾ നമ്മൾ അവിടെ കൺസിഡർ ചെയ്തു. ആ സർക്കിളിലെ ഓൺ ദ സർക്കിളിലെ ഒരു പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് നോക്കി അല്ലെ? ആ പെർപെൻഡിക്കുലർ ലൈൻസ് എല്ലാം ഇതുവഴിയാണ് പാസ് ചെയ്തത്. all the perpendicular lines from the point on the circle passes through the endpoints of the diameter അല്ലെ? അങ്ങനെയാകുമ്പോൾ സി എന്ന് പറയുന്ന പോയിന്റ് 90 ഡിഗ്രി വരുന്ന പോയിന്റാ. അപ്പൊ ആ സിയിൽ നിന്ന് വന്നിരിക്കുന്ന ലൈൻ അല്ലെ, സെറ്റ് സ്ക്വയറിന്റെ ഒരു സൈഡ്, സിയിൽ നിന്ന് വന്നിരിക്കുന്ന സെറ്റ് സ്ക്വയറിന്റെ സെക്കൻഡ് സൈഡ്, ആ സൈഡ്സ് മീൻസ് ആ ലൈൻസ് നമ്മളെ സർക്കിളിനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ആ കട്ട് ചെയ്ത് പോയിരിക്കുന്ന പോയിന്റ് ഏതാ? കട്ട് ചെയ്ത് പോയിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് definitely that points are the endpoints of the diameter. ഫസ്റ്റ് കൺസെപ്റ്റിന്റെ സെക്കൻഡ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓൺ ദ സർക്കിളിലെ ഒരു പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്താൽ ആ പെർപെൻഡിക്കുലർ ലൈൻ സർക്കിളിനെ കട്ട് ചെയ്ത് പോകും. ആ കട്ട് ചെയ്ത് പോകുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് ആണ്. സോ വി ക്യാൻ മാർക്ക് ഹിയർ എ ആൻഡ് ബി ആസ് ദ കട്ടിംഗ് പോയിന്റ് അല്ലെ? സെറ്റ് സ്ക്വയർ നമ്മുടെ സർക്കിളിനെ കട്ട് ചെയ്ത പോയിന്റ് നമുക്ക് എ എന്നും ബി എന്നും പറയാം. കട്ട് ചെയ്ത പോയിന്റ് ഏതാണ്? ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്. വി ക്യാൻ ജോയിൻ എ ബി ഹിയർ. അപ്പൊ എ ബി എന്ന് പറയുന്നത് എന്തായി? നമ്മുടെ സർക്കിളിന്റെ ഡയമീറ്റർ ആയി. ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആയ എ ബിയുടെ ലെന്ത് അറിയാമെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചാൽ പെരിമീറ്ററും പറയാം, ഏരിയയും പറയാം. ഓക്കെ, നൗ വി ക്യാൻ കൺസിഡർ ദ ട്രയാങ്കിൾ എ ബി സി there. What type of triangle is this? എ ബി സി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണ്? സി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയതുകൊണ്ട് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ 2 സൈഡ്സിന്റെ ലെങ്ത് നമുക്കറിയാം. ഏതാ? എ സി എന്ന് പറയുന്ന സൈഡ് സെറ്റ് സ്ക്വയർ നോക്കുമ്പോൾ നമുക്കറിയാം 3 സെന്റിമീറ്റർ ആണ്. അതുപോലെ ബി സി എന്ന് പറയുന്ന സൈഡ് സെറ്റ് സ്ക്വയർ നോക്കുമ്പോൾ നമുക്കറിയാം അത് 6 സെന്റിമീറ്റർ ആണ്. അത് പെർപെൻഡിക്കുലർ സൈഡ്സ് അല്ലേ? റൈറ്റ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ഉണ്ട്, 2 പെർപെൻഡിക്കുലർ സൈഡ്സും അനദർ വൺ ഹൈപ്പോട്ടനീസും അല്ലെ? നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചു ലോവർ ക്ലാസ്സിൽ പൈതഗോറസ് തിയറം പഠിച്ചു. എങ്ങനെയായിരുന്നു? ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാണ് ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ് അല്ലെ? റൈറ്റ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ഉണ്ട്, 2 പെർപെൻഡിക്കുലർ സൈഡ്സ് ഉണ്ട്. ആ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെൻസിന്റെ സ്ക്വയേഴ്സിന്റെ സം
അതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ എ ബി സി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് എ ബി, അതായത് നമ്മുടെ ഡയമീറ്റർ. ആ ഡയമീറ്ററിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എ സിയുടെ സ്ക്വയർ പ്ലസ് ബി സിയുടെ സ്ക്വയർ. സി ഹിയർ diameter D equal to root of 3 square plus 6 square. That is equal to D equal to root of 9 plus 36. That is D equal to root 45. ഇനി കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം 45ന്റെ റൂട്ട് നമ്മൾ കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? D equal to 6.71 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് സർക്കിളിന്റെ ഡയമീറ്റർ ക്ലിയർ ചെയ്ത് കിട്ടി. അപ്പോ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഒരു കുട്ടി എന്തറിയണം? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി എന്ന് പഠിച്ച ആ കൺസെപ്റ്റിന്റെ സെക്കൻഡ് ഡയമെൻഷനകത്ത് ഡിസ്കസ് ചെയ്ത ഓൺ ദ സർക്കിളിലെ പോയിന്റിലെ പെർപെൻഡിക്കുലർ ലൈൻസ് ഡയമീറ്ററിനെ എൻ സൈഡിൽ മീൻസ് ഡയമീറ്ററിനെ എൻ പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ ഇതിന്റെ സൊല്യൂഷനകത്തേക്ക് എത്താൻ പറ്റൂ. ഇപ്പൊ എന്തായാലും ഡയമീറ്റർ D equal to 6.71 ആണ്. ഇനി നമുക്ക് സർക്കംഫറൻസ് പറയാമല്ലോ. സർക്കിളിന്റെ സർക്കംഫറൻസ് കാണുന്ന ഫോർമുല എന്താ? ഇറ്റ് ഈസ് 2πr. അവിടെ 2ഉം r കൂടെ ചേരുമ്പോൾ 2r എന്ന് പറയുന്നതല്ലേ നമ്മുടെ സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെ? എന്നാൽ നമുക്ക് 2πr എങ്ങനെ എഴുതാം? ഈക്വൽ ടു πd എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു ഇനി പൈയുടെ വാല്യൂ കൊടുക്കുക, അതുപോലെ ഡിയുടെ വാല്യൂ കൊടുക്കുക. പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു ഡിയുടെ വാല്യൂ 6.7 അല്ലെ? അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇറ്റ് ഈസ് 21.07 ആൻസർ. എന്നാൽ നമുക്ക് സർക്കംഫറൻസ് കിട്ടി 21.07 അല്ലെ? സെന്റിമീറ്റർ ആണ്. ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. സർക്കിളിന്റെ ഏരിയ കാണുന്ന ഫോർമുല ഏരിയ ഈക്വൽ ടു πr സ്ക്വയർ അല്ലെ? ഓക്കെ. ഇനി അവിടെ ഡയമീറ്റർ അല്ലേ 6.71, ആ ഡയമീറ്ററിന്റെ ഹാഫ് അല്ലേ റേഡിയസ് എന്ന് പറയുന്നത്. നമുക്ക് കാൽക്കുലേറ്റിനകത്ത് 6.71ന്റെ ഹാഫ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അന്നേരം റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് 3.355 എന്ന് കിട്ടും. ഇനി നമുക്ക് ആ πr സ്ക്വയറിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പൈയുടെ വാല്യൂ നമുക്ക് 3.14 ഇൻറ്റു ഇനി ആറിന്റെ വാല്യൂ 3.355 ഹോൾ സ്ക്വയർ. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 35.34 സ്ക്വയർ യൂണിറ്റ് എന്ന് വരും. ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു കുട്ടി ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ പൈതഗോറസ് തിയറം അറിയണം. ഒന്ന്. സെക്കൻഡ് വൺ എന്താണ്? ഒരു സർക്കിളിന്റെ ഓൺ ദ സർക്കിളിലെ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻസ് കൺസ്ട്രക്ട് ചെയ്താൽ ദാറ്റ് പെർപെൻഡിക്കുലർ ലൈൻസ് പാസസ് ത്രൂ ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദ ഡയമീറ്റർ എന്ന് അറിയാമെങ്കിൽ എ ബി ഡയമീറ്റർ ആണെന്ന് തിരിച്ചറിയാൻ പറ്റും. ബാക്കി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. പേജ് നമ്പർ 43ലാണ് സിക്സ്ത് ക്വസ്റ്റ്യൻ. സി ഹിയർ ദ ടു സർക്കിൾസ് ഇൻ ദ പിക്ചർ ക്രോസ് ഈച്ച് അതർ അറ്റ് എ ആൻഡ് ബി. അല്ലെ, നോക്കിയേ, സ്മോളറും ലാർജറും കട്ട് ചെയ്ത് പോകുന്നത് എയും ബി. ദ പോയിന്റ് പി ആൻഡ് ക്യൂ ആർ ദ അതർ എൻഡ്സ് ഓഫ് ദ ഡയമീറ്റർ ത്രൂ എ. നമ്മൾ ഫിഗർ നോക്കിയേ, ഫിഗറിനകത്ത് സർക്കിള് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത് എയിലും ബിയിലുമാണ്. ആ എയിൽ നിന്ന് നമുക്ക് തന്നെ സ്മോളർ സർക്കിളിലേക്ക് ഒരു ലൈൻ ഉണ്ട്, അതായത് എ പി. ആ എ പി എന്ന് പറയുന്നത് സ്മോളർ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അതുപോലെ എയിൽ നിന്ന് ആ ലാർജർ സർക്കിളിന്റെ ഒരു എ ക്യൂ ഉണ്ടല്ലേ, ആ എ ക്യൂ എന്ന് പറയുന്നത് ലാർജർ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് അല്ലെ? ഓക്കെ, നമുക്ക് എന്താ അവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാണ്, പ്രൂവ് ദാറ്റ് പി ബി ക്യൂ ലൈ ഓൺ എ ലൈൻ. നോക്കിയേ, പി ബി ക്യൂ എന്ന് പറയുന്നത് ഒരു സെയിം ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റ്സ് ആണ് പ്രൂവ് ചെയ്യുക. സെക്കൻഡ് വൺ നമുക്ക് പ്രൂവ് ചെയ്യാണ്, പ്രൂവ് ദാറ്റ് പി ക്യൂ ഈസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് the centers of the circle and ഈ PQ എന്ന് പറയുന്നത് is twice as long as the line segment joining the midpoint അല്ലെ? ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ പാർട്ടിലേക്ക് ഒന്ന് വരാം. കൺസിഡർ ദ ഫിഗർ ഹിയർ. നമുക്ക് സ്മോളർ സർക്കിൾ ഉണ്ട്, ലാർജർ സർക്കിൾ ഉണ്ട്, ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് എയും ബിയും. അതുപോലെ എ പി എന്ന് പറയുന്നത് സ്മോളർ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അതുപോലെ എ ക്യൂ എന്ന് പറയുന്നത് ലാർജർ സർക്കിളിന്റെ diameter. Okay, first we can join AB. Okay, we can see one green colored angle there. ആ ഗ്രീൻ കളേർഡ് ആംഗിൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? നമ്മുടെ സ്മോളർ സർക്കിളിന്റെ ഡയമീറ്റർ ആയ എ പിയുടെ എൻ പോയിന്റ്സ് ആയ എയിൽ നിന്നും പിയിൽ നിന്നും അല്ലേ ആ ബിയിലേക്ക് ലൈൻ വന്ന് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? നമ്മള് ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ എന്താ പറഞ്ഞത്? സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സിൽ നിന്ന് ഓൺ ദ സർക്കിളിലേക്ക് ലൈൻസ് കൺസ്ട്രക്ട് ചെയ്ത് മീറ്റ് ചെയ്യിച്ചാൽ
they are intersecting at 90 degree. അപ്പോ നമ്മുടെ ആ ഗ്രീൻ കളേർഡ് മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിളിന്റെ വാല്യൂ എന്ത് വരും? ഇറ്റ് ഈസ് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. സോ ഇൻ ദ സ്മോളർ സർക്കിൾ ആംഗിൾ PBA ഈക്വൽ ടു 90. ഇനി വീണ്ടും നോക്കി AQ നമ്മുടെ ലാർജർ സർക്കിളിന്റെ ഡയമീറ്റർ. ആ ലാർജർ സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻ പോയിന്റ് ആയ എയിൽ നിന്നും ക്യൂയിൽ നിന്നുള്ള ലൈൻ അല്ലേ ബിയിലേക്ക് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പോ ഡയമീറ്റർ എൻ പോയിന്റിൽ നിന്ന് ഓൺ ദ സർക്കിളിലെ പോയിന്റിലേക്ക് ലൈൻസ് ഇന്ററാക്ട് ചെയ്താൽ ആ പോയിന്റിലെ ആംഗിൾ എന്താവും? ഇറ്റ് ഈസ് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ റെഡ് കളേർഡ് ആംഗിളും എന്തായി? ദാറ്റ് ആൾസോ 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. സോ ഇൻ ദ ലാർജർ സർക്കിൾ ആംഗിൾ QBA ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ നോക്കിയേ, ആ ഗ്രീൻ കളേർഡ് മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിളും 90 ആണ്, റെഡ് കളേർഡ് മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിളും 90 ആണ്. ആ രണ്ട് ആംഗിൾസ് കൂടെ നമുക്കൊന്ന് സം ചെയ്ത് നോക്കിയാലോ. സി ആംഗിൾ PBA പ്ലസ് ആംഗിൾ QBA ഈക്വൽ ടു 90 പ്ലസ് 90 180 ആയി അല്ലെ. അപ്പൊ നോക്കിയേ, അഡ്ജസന്റ് ആംഗിൾ അത് രണ്ട്, ആ റെഡ് കളേർഡും ആ ഗ്രീൻ കളേർഡും അഡ്ജസന്റ് ആംഗിൾസ്. ആ അഡ്ജസന്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആയെങ്കിൽ അവിടെ ചില പ്രത്യേകതകൾ ഉണ്ടാകും. നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. സി ഫോർ ദ ലൈൻ സെഗ്മെന്റ് PB ആൻഡ് BQ, കൺസിഡർ PB ആൻഡ് BQ. നോക്കിയേ, ടു ഡിഫറെന്റ് ലൈൻസ് എന്ന് പറയാൻ പറ്റുമോ? PB, BQ both have a common point അല്ലെ. സോ ഫോർ ദ ലൈൻ സെഗ്മെന്റ് PB ആൻഡ് BQ, B is a common point. അപ്പം അതിനെ ഡീവിയേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. B ഇവിടെ ആണെങ്കിൽ അടുത്തതിന്റെ B ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കണക്ട് ചെയ്ത് വെക്കണം അല്ലെ. ഇത് PB, ഇത് BQ. ഇവിടെയും B ഉണ്ട്, ഇവിടെയും B ഉണ്ട്. അങ്ങനെ നമുക്ക് പ്ലെയിനിനകത്ത് ഒരു പോയിന്റിൽ രണ്ട് ഡിഫറെന്റ് പൊസിഷൻ പറ്റത്തില്ല. നമുക്കൊന്ന് നോക്കിയേ, പേപ്പറിൽ നമ്മളൊരു ഡോട്ട് ഇട്ടു. ആ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് വണ്ണാണ് അല്ലെ. അന്നേരം PB എന്ന് പറയുന്നതും അതുപോലെ ആ ബിയിൽ നിന്ന് തന്നെയാണ് BQ സ്റ്റാർട്ട് ചെയ്തത്. സോ ഇറ്റ്സ് എ കോമൺ പോയിന്റ് അല്ലെ. ഹിയർ ദ സം ഓഫ് അഡ്ജസന്റ് ആംഗിൾസ് അറ്റ് B, that is angle PBA plus angle QBA equal to 180 degree. അന്നേരം അഡ്ജസന്റ് ആംഗിൾസ് എന്തായി? 180 ഡിഗ്രി ആയെങ്കിൽ, and if they are two connected lines at a common point B, definitely that angles are linear pairs. Hence it is a linear pair അല്ലെ. ഇതാണ് നമ്മുടെ ലൈൻ. ഇവിടെ B നിൽക്കുക അല്ലെ. ഒരു ആംഗിളിന്റെ ഒരു സ്ട്രേറ്റ് ലൈനകത്തുള്ള ഒരു കോമൺ പോയിന്റ് എടുത്തു. ആ കോമൺ പോയിന്റ് ലെഫ്റ്റിലും റൈറ്റിലും വന്നിരിക്കുന്ന ആംഗിൾസിന്റെ സമ്മ് 180 ആണെങ്കിൽ ദാറ്റ് അഡ്ജസന്റ് ആംഗിൾസ് ആർ ലീനിയർ പേഴ്സ്. ലീനിയർ പേഴ്സ് എവിടെ വരുന്നത്? ലീനിയർ പേഴ്സ് കംസ് ഓൺ എ സ്ട്രേറ്റ് ലൈൻ. ഒരു സ്ട്രേറ്റ് ലൈനകത്താണ് ലീനിയർ പെയർ വരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ PBQ ലൈ ഓൺ എ ലൈൻ മീൻസ് ദേ ആർ ഓൺ എ സ്ട്രേറ്റ് ലൈൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സപ്പോസിഷൻ പ്രൂവ് ചെയ്യാൻ. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി എന്ന് പറയുന്ന കൺസെപ്റ്റും ലീനിയർ പെയർ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഈ രണ്ട് പ്രീവിയസ് കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തത്. Now we can consider the second supposition for here. നമ്മൾ ആ ഫിഗർ കൺസിഡർ ചെയ്തോ. സി ഹിയർ നമ്മുടെ ഫിഗറിനകത്ത് സ്മോളർ സർക്കിളും ലാർജർ സർക്കിളും ഉണ്ട് അല്ലെ. AP and AQ are diameters of the circle and we have to mark centers for these two circles. Center എവിടെ വരുന്നത്? ഡയമീറ്ററിന്റെ മിഡ് പോയിന്റിലല്ലേ. C is the center of the smaller circle, D is the center of the larger circle. അപ്പൊ നമ്മള് ബോത്ത് സർക്കിൾസിന്റെ സെന്റേഴ്സ് മാർക്ക് ചെയ്തു. സെന്റേഴ്സ് എവിടെ വരുന്നത്? ഡയമീറ്റർ. APയും AQയും ഡയമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ആ ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ്സിൽ ഈ സർക്കിൾസിന്റെ സെന്റേഴ്സ് ആയ സിയും ഡിയും നമ്മൾ മാർക്ക് ചെയ്തു. സോ ഗിവൺ AP, AQ are diameters. Let us C and D are the centers of the circle. Now you consider the triangle APQ. Okay, larger triangle APQ. ഓക്കെ, ആ APQ എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ വൺ സൈഡ് അല്ലേ AP, ആ സൈഡിന്റെ മിഡ് പോയിന്റ് അല്ലേ C. അതുപോലെ APQ എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ സെക്കൻഡ് സൈഡ് അല്ലേ AQ, ആ AQന്റെ മിഡ് പോയിന്റ് അല്ലേ D. നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ 9th സ്റ്റാൻഡേർഡിലെ ആ ട്രയാംഗിളിന്റെ ഡിവിഷന്റെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു തന്നതാണ് അല്ലെ. ആ ഒറ്റ പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്യുന്നതോടുകൂടി ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെയും ചെയ്യാം. എങ്ങനെയാണ്? ACD എന്ന് പറയുന്ന ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അതുപോലെ APQ എന്ന് പറയുന്ന ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. സിമിലർ ട്രയാംഗിൾസ് വെച്ചും ചെയ്യാം. പക്ഷെ സിമിലർ ട്രയാംഗിൾസ് നിങ്ങൾ അത്രയും എഴുതി വരണം.
You have to write more steps there. അതിനേക്കാൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റിൽ കൂടി അതിന്റെ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. 9th സ്റ്റാൻഡേർഡ് വരെ പഠിച്ച എല്ലാ തിയറംസും കൺസെപ്റ്റും ഫാക്റ്റും ഫോർമുലാസും യു ക്യാൻ അപ്ലൈ ഫോർ സോൾവിംഗ് എ ക്വസ്റ്റ്യൻ ഇൻ ദ 10th സ്റ്റാൻഡേർഡ്. അല്ലാതെ അത് പോയി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി വി ആർ പ്രൂവ്ഡ് ദ ഫാക്ട്സ് ഇൻ ദ 9th സ്റ്റാൻഡേർഡ്. വീണ്ടും അതിന്റെ പ്രൂഫ് എഴുതേണ്ട കാര്യമില്ല. പ്രൂവ് ചെയ്തതാണ്. ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ നമുക്കൊന്ന് സ്റ്റേറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, സോ ഹിയർ C is the midpoint of AP and D is the midpoint of A. നമുക്ക് സ്റ്റേറ്റ്മെന്റ് അറിയാലോ, നമ്മൾ തുടങ്ങിയത് അതിനാൽ തന്നെ. See here, we know that in any triangle, the line segment joining the midpoint of any two sides of a triangle is parallel to the third side, and that line is half of the length of the third side. എന്ന് പറഞ്ഞാൽ ആ CD എന്ന് പറയുന്ന ലൈൻ PQ എന്ന് പറയുന്ന ലൈനുമായിട്ട് പാരലലുമാണ്. അതുപോലെ CD എന്ന് പറയുന്ന ലൈനിന്റെ ലെന്ത് PQന്റെ ഹാഫ് ആണ്. CD PQന്റെ ഹാഫ് ആണെങ്കിൽ തിരിച്ചെങ്ങനെ പറയാം? PQ is double of CD എന്ന് പറയാം. Hence we can prove here CD parallel to PQ and PQ equal to 2CD. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് സിമിലർ ട്രയാങ്കിൾസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. 9th നമ്മൾ പ്രൂവ് ചെയ്ത് പഠിച്ച ആ ഒരു കൺസെപ്റ്റ് ഇവിടെ ഒന്ന് സ്റ്റേറ്റ് ചെയ്താൽ മാത്രം മതി. യു ക്യാൻ കംപ്ലീറ്റ് ദ സൊല്യൂഷൻ ഹിയർ. ഇനി ഇതിനകത്തൊരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് റിമൈനിങ് 3 ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ വെക്കാം. സോ പ്ലീസ് ഷെയർ ദിസ് ചാനൽ ടു യുവർ ഫ്രണ്ട്സ്. 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന എല്ലാ കുട്ടികളും നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, so we can work together and definitely I will support you throughout this academic year. Okay, thank you for watching this video.